അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. അല്ലാഹു ജല്ല ജലാലഹു ആദം അലിഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചതും മലക്കുകൾ അലിഹിമുസ്സലാം അത് അനുസരിച്ചതും ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹി അതിന് സന്നദ്ധനാകാതിരുന്നതും നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടു. താൻ ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിട്ട് എന്തുകൊണ്ടാണ് നീ അത് ചെയ്യാതിരുന്നതെന്ന് അല്ലാഹു ജല്ല ജലാലഹു ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹിയോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ താൻ ആദമിനേക്കാൾ ഉത്തമനാണെന്ന് ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹി അല്ലാഹു ജല്ല ജലാലഹുവിനോട് വാദിച്ചു. അതിന് അവൻ കണ്ട ന്യായം താൻ തീ കൊണ്ടും ആദം അലൈഹിസ്സലാം കളിമണ്ണ് കൊണ്ടുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതാണ്. ആദം നബി അലൈഹിസ്സലാമിനെ നമിക്കാതിരുന്നതിനേക്കാൾ വലിയ തെറ്റാണ് ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹി ഇവിടെ ചെയ്തത്. തന്നെയും ആദം അലൈഹിസ്സലാമിനെയും സൃഷ്ടിച്ച, അവരെ സൃഷ്ടിക്കാനുള്ള തീയും മണ്ണും സൃഷ്ടിച്ച അല്ലാഹു അസ്സ വജലിനോടാണ് അഭിശപ്തനായ പിശാച് അങ്ങോട്ട് ക്ലാസ് എടുക്കുന്നതെന്ന് ഓർക്കണം. തനിച്ച ധിക്കാരമല്ലാതെ മറ്റെന്താണിത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിക്ക് അവൻ കൽപ്പിക്കുന്നതല്ലാതെ മറ്റെന്ത് മഹത്വം? ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹിയുടെ വാദത്തിന് എത്രത്തോളം കഴമ്പുണ്ടെന്നത് ഭൗതികമായ കണ്ണാടി വെച്ച് പരിശോധിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. തീയുടെ ധർമ്മം നശീകരണമാണ്. അതുമായി ബന്ധപ്പെടുമ്പോൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം. ശ്രദ്ധ ഒന്ന് പാളിയാൽ മതി, വൻ അപകടമായേക്കും അനന്തരഫലം. ഒരു നാട് മുഴുവൻ ചാമ്പലാകാൻ ഒരു തീപ്പെട്ടിക്കൊള്ളി കാരണമായേക്കും. മണ്ണിൻ്റെ അവസ്ഥ അതല്ല. മണ്ണ് ഏറെ നിർമ്മാണാത്മക പ്രയോജകരമായ വസ്തുവാണ്. അതിൽ ഇരിക്കാം, കിടക്കാം. അതുകൊണ്ട് പാത്രമുണ്ടാക്കാം, വീടുണ്ടാക്കാം. നീണ്ടതോ ഉരുണ്ടതോ പരന്നതോ ആയ ഏതു വസ്തുവിൻ്റെ നിർമ്മാണത്തിനും അത് പാകപ്പെട്ടതാണ്. വെണ്ണ പോലെ മിനുസപ്പെട്ടതും ഇരുമ്പ് പോലെ ഉലയാത്തതുമായ സാധനങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കാം. ഒട്ടനവധി അമൂല്യവും അല്ലാത്തതുമായ ധാതുക്കൾ മണ്ണിൽ മറഞ്ഞു കിടപ്പുണ്ട്. സസ്യലതാദികൾക്കെല്ലാം ആവശ്യമായ വിവിധ തരം ആഹാരങ്ങൾ അതിൻ്റെ ഭണ്ഡാരത്തിൽ സൂക്ഷിപ്പുണ്ട്. ഇത്രയും വിശേഷപ്പെട്ട വസ്തുവാണ് മണ്ണ്. ഇതിനൊന്നും അഗ്നി ഉപയോഗപ്പെടുകയില്ലല്ലോ. നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ നടക്കുന്ന ഉച്ചനീചത്വങ്ങൾ ഇന്നും നമുക്ക് പലയിടത്തും കാണാം. ഇത്തരം യോഗ്യതയോ നടപടിയോ പരിഗണിക്കാതെയുള്ള കേവല സൃഷ്ടിപ്പ് ധാതു നോക്കിയുള്ള ഉച്ചനീചത്വം തീർത്തും പൈശാചികമാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ സന്ദർഭം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് നോക്കൂ. 7-ാം അധ്യായം സൂറത്തുൽ അഅ്റാഫ് 12-ാം വചനം. നാം കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യാൻ പ്രേരിതമാകാത്തവണ്ണം നിന്നെ തടഞ്ഞതെന്താണ് എന്ന് അല്ലാഹു ചോദിച്ചു. അവൻ മറുപടി നൽകി, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. നീ എന്നെ തീ കൊണ്ടും അവനെ കളിമണ്ണ് കൊണ്ടുമാണല്ലോ സൃഷ്ടിച്ചത്. ഈ പറയുന്ന ആദം അലിഹിസ്സലാമിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും ഇബ്ലീസിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും 15-ാം അധ്യായത്തിൽ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. സൂറത്തുൽ ഹിജ്ർ 26-ാം വചനം. നിശ്ചയമായും മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന മിനുസമുള്ള കറുത്ത കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. ആയത്ത് 27. അതിനു മുമ്പ് തന്നെ ഇബ്ലീസിനെ രോമക്കുഴികളിൽ പ്രവേശിക്കുന്ന അതികഠിനമായ ചൂടുള്ള തീ കൊണ്ടും നാം പടച്ചു. അതുപോലെ 55-ാം അധ്യായം സൂറത്തുർ റഹ്മാൻ 15-ാം വചനം നമ്മോട് സംസാരിക്കുന്നു. ജിന്നുകളെ അഗ്നിയിൽ നിന്നുള്ള ജ്വാലയാലും അവൻ സൃഷ്ടിച്ചു. ഇവിടെ ജ്വാലയെ പുക കലരാത്ത എന്ന് പണ്ഡിതന്മാർ കൂട്ടി അർത്ഥം വെക്കുന്നു. ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹി ജിന്നുകളിൽ പെട്ടവനാണെന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ തെളിവുദ്ധരിച്ചിട്ടുണ്ടല്ലോ. ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹിയുടെ ഈ ധിക്കാര സമീപനത്തോട് ശക്തമായി തന്നെയാണ് അല്ലാഹു അസ്സ വജൽ പ്രതികരിച്ചത്. 7-ാം അധ്യായം
സൂറത്തുൽ ആറാഫ് 13-ാം ആയത്ത്. അള്ളാഹു കൽപ്പിച്ചു, എങ്കിൽ അതിൽ നിന്നു നീ ഇറങ്ങിപ്പോവുക, അവിടെ നിനക്ക് അഹങ്കരിക്കുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് പുറത്തു പോവുക, നിശ്ചയം നീ നിന്ദ്യരിൽപ്പെട്ടവനാകുന്നു. ഈ ആയത്തിൽ അതിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷയെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. ഈ പുറത്തു പോകാൻ പറഞ്ഞത് സ്വർഗത്തിൽ നിന്നാണ്, ആകാശത്തിൽ നിന്നാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് അല്ലാഹു ജല്ല ജലാലഹു കൊടുത്തിരുന്ന ഉന്നത പദവിയിൽ നിന്നാണ് എന്നൊക്കെ മുഫസ്സിറുകൾ അഥവാ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. പോക്കിരിത്തരവും ഡമ്പും കാട്ടുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകദൃഷ്ടിയിൽ നിന്ദ്യരാക്കി വിടുമെന്നുള്ള സൂചനയും ഇതിലടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ദുആയിൽ ഓർമ്മിക്കുക. അസ്സലാമു അലൈക്കും.